നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവം വലിയ വിളക്കാഘോഷം. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പ് ദർശിക്കാൻ ആയിരങ്ങൾ. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ശീവേലി എഴുന്നള്ളിപ്പ് ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ശീവേലി എഴുന്നള്ളിപ്പിന് പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടമ്പേറ്റി. പ്രദക്ഷിണം പൂർത്തിയാക്കി നടന്ന ശീവേലി എഴുന്നള്ളിപ്പിന്റെ പഞ്ചാരി മേളത്തിന് പെരുവനം സതീശൻ മാരാർ പ്രമാണം വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ടിന്റെ ആസാദ് റോഡിലുള്ള വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച CPIM ഇരിങ്ങാലക്കുട ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിൽസൺ, പ്രദീപ്, പവനൻ, മീനാക്ഷി ജോഷി എന്നിവർ പ്രസംഗിച്ചു. ആ ജനവിധിയെ LDF അംഗീകരിക്കുകയാണ്, ജനവിധിയെ മാനിക്കുകയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ഉല്ലാസ് കളക്കാട്ട്, സഖാവ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ആ സഖാവ് സമയം ഒരു 7:30 വീട്ടിലെത്തിയ സഖാവ് അതിൻ്റെ വീട്ടിനകത്തിരുന്ന് ബാക്കി വീട്ടിലെ ആളുകളുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് 8:15 ശേഷം വലിയ ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഒരു സംഭവം അനുഭവിക്കുന്നത്. നോക്കുമ്പോൾ ഒരാൾ ഓടിപ്പോകുന്നതാണ് കണ്ടത്. വല്ലാത്ത ശബ്ദത്തിൽ, അത് ഗുണ്ടാണോ ബോംബാണോ എന്നറിയില്ല, ആ രീതിയിലുള്ള ഒരു ശബ്ദത്തിൽ വലിയ പൊട്ടിത്തെറി കേട്ട് അകത്തു നിന്നും പുറത്തു വന്ന സഖാവ് ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു, ബൈക്കിൽ പോകുന്നത് കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം
വളരെ സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശമാണ്. രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യരായി സഹവർത്തിത്വത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇരിഞ്ഞാലക്കുട. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തോടു കൂടി UDFൻ്റെ ആളുകൾ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ വീടിന് നേരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇരിഞ്ഞാലക്കുടയിൽ ആദ്യമാണ്. നിയുക്ത MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് NSS മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യൂണിയൻ ഓഫീസിൽ എത്തിയ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനെ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി, വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, S കൃഷ്ണകുമാർ, KB ശ്രീധരൻ, വിജയൻ ചിറ്റേത്ത്, DP നായർ, കണ്ണൂർ രവീന്ദ്രൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഏറ്റവും സന്തോഷകരമായ ഒരു സമയമാണ്. കാരണം നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ തോമസ് ഉണ്ണിയാടൻ അദ്ദേഹം മത്സരിക്കണമെന്ന് ആലോചിച്ച അവസരത്തിൽ മുതൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്ന സമയത്തും എല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട് ഈ ഓരോ സ്റ്റെപ്പിലും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയും നമ്മളതിന് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്ത് അതിൻ്റെ പൂർത്തീകരിച്ചിട്ടുള്ള ഫലം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇനി ഞങ്ങളുടെ ആഗ്രഹം ഇദ്ദേഹം ഇതിലും ഉന്നതമായ പദവിയെല്ലാം അലങ്കരിച്ച് വീണ്ടും വലിയൊരു സ്വീകരണം ഇദ്ദേഹത്തിന് കൊടുക്കാനൊരു അവസരം ഉണ്ടാക്കി തരാൻ ഉരുൾമാണിക്യസ്വാമിയോട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഉത്സവ സമയത്ത് നമ്മുടെ ഈ സന്നിധിയിൽ വെച്ച് സ്വീകരിക്കാനൊരു ഭാഗ്യം ഉണ്ടായത് എന്നും കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്. ഈ NSSൻ്റെ ആസ്ഥാനത്ത് ഞാൻ വരികയുണ്ടായി. അന്നും എൻ്റെ പ്രിയപ്പെട്ട ഈ ബഹുമാനിതരായിട്ടുള്ള നേതാക്കന്മാർ ഓണങ്ങളൊക്കെ തന്നെയും അന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വിജയിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. ഞാൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽ NSSൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ആവശ്യമായ സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ അഭ്യർത്ഥിച്ചു. എൻ്റെ പരിപൂർണമായ വിശ്വാസം താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സഹായം ഇലവനായി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ വോട്ട് ചോദിച്ച് വരിക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സഹായം തരിക, അതിനുശേഷം വിജയിയായി മാറുക. ആ വിജയിയായി മാറിയപ്പോൾ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി അറിയിക്കുക എന്നുള്ളത് കൂടി തീർച്ചയായും എൻ്റെ കടമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ആ കടമ നിർവഹിക്കാനാണ് എത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവന്ന ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്ന് ഭാരതീയ പ്രൈവറ്റ് ടെലികോം മസ്ദൂർ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന സമ്മേളനം BMS ദക്ഷിണ ക്ഷേത്ര സംഘടനാ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് CB വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CG ഗോപകുമാർ, സേതു തിരുവെങ്കിടം, അഭിലാഷ് ചന്ദ്രമോഹൻ, MK ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി K ജയേഷ്, ട്രഷറർ KP കലേഷ് എന്നിവർ പ്രസംഗിച്ചു. INTUC ബില്ലിലാക്കി 89 മുതൽ BMS ഇന്ന് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്നും ആ ഒന്നാം സ്ഥാനത്ത് ഭാരതീയ മസ്ദൂർ സംഘം നിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് തൊഴിലാളി താല്പര്യത്തിന് ഏറ്റവും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിലാണ് BMS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് രാജ്യത്തെ 50 കോടിയിൽ പരം വരുന്ന തൊഴിലാളികൾ, സംഘടിതരും അസംഘടിതരുമായ തൊഴിലാളികൾ ഭാരതീയ മസ്ദൂർ സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കേരളത്തിലും നാം എത്തിപ്പെടാത്ത മേഖലകളില്ല, നാം കടന്നു ചെല്ലാത്ത തൊഴിൽ മേഖലകളില്ല. കേരളത്തിലും നമ്മുടെ പ്രവർത്തനം 67 ആരംഭിച്ചപ്പോൾ നമുക്ക് തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു. നമ്മെ അവഹേളിക്കുന്ന ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളെടുത്ത് നോക്കുക, നിങ്ങളുടെ മേഖലയിൽ BPTMSനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തൊഴിലാളി സംഘടനയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ? സാധ്യമല്ല. ഇത് തന്നെയാണ് കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലയിലും നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ആ തരത്തിലേക്ക് രാജ്യത്ത് നമ്മുടെ സംഘടന വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.